നവകേരളത്തിലെ വിദ്യാഭ്യാസ മോഡൽ ചർച്ചകളിൽ ശ്രീകണ്ഠാപുരത്തെ പാർട്ടി ഗ്രാമമായ മലപ്പട്ടം ചൂളിയാട് എയ്ഡഡ് LP സ്കൂളിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് ചിത്രങ്ങളിലുള്ളത് 3 നിലയാണ്. 2 നിലകളിലായി ടോയ്ലറ്റും നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഈ ടോയ്ലറ്റുകൾ ഒരു മതിലിനപ്പുറമുള്ള വീടിനോട് ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതിനിടെ മലപ്പട്ടത്ത് വീടിനോട് ചേർന്ന് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ഉന്നതതല സമ്മർദ്ദം കാരണമെന്ന ആരോപണമായി വീട്ടുകാരും എത്തുന്നു. 70ഓളം വിദ്യാർത്ഥികളും 8 അധ്യാപകരും മാത്രമുള്ള സ്കൂളിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഇരുനിലകളിലുമാണ് ടോയ്ലറ്റ് നിർമ്മിക്കുന്നത്. സ്കൂളിന്റെ പഠന നിലവാരം വളരെ മോശമാണെന്നാണ് സൂചന. കുട്ടികൾ കുറവായിരുന്നതിനാലും പഠന നിലവാരം മോശമായിരുന്നതിനാലും സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരുന്നു. എന്നാൽ അത് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം സ്കൂളിനെതിരെ നടപടിയെടുക്കാനും വിദ്യാഭ്യാസ വകുപ്പിനും കഴിയാതെയായി. പ്രദേശത്തെ കുട്ടികളിൽ ഏറെയും വയക്കര സ്കൂളിലാണ് പഠിക്കുന്നതും. വാർഡ് മെമ്പർ കൂടിയായ KK സുധാകരനാണ് സ്കൂളിന്റെ മാനേജർ. ഇയാളുടെ പാർട്ടി സ്വാധീനമാണ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ച് ടോയ്ലറ്റ് നിർമ്മിക്കാൻ അവസരമൊരുക്കിയതും. 1 ഏക്കറോളം വരുന്ന വസ്തുവിലാണ് ഈ എയ്ഡഡ് LP സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന. നിലവിൽ സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട്. പരാതിക്കാരനോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമാണ് വീടിനോട് ചേർന്ന് ടോയ്ലറ്റ് നിർമ്മിക്കാൻ കാരണമെന്നും വ്യക്തമാണ്. കുറച്ചു കാലങ്ങളായി വീടിന്റെ മതിലിനോട് ചേർന്നുള്ള തോടുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കം നിലനിൽക്കുകയാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഇതിന്റെ പ്രതികാരമായിട്ടാണ് വീട്ടുകാരോട് പാർട്ടി സ്വാധീനമുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ ക്രൂരത. ചൂളിയാട് LP സ്കൂളിന്റെ ടോയ്ലറ്റ് നിർമ്മാണത്തിനെതിരെ ആദ്യം പുറപ്പെടുവിച്ചിരുന്ന DMO നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തി അനുമതി നൽകിയിരിക്കുന്നതായിട്ടാണ് ആരോപണം. സ്കൂളിന്റെ ടോയ്ലറ്റ് വീടിനോട് ചേർന്ന സ്ഥലത്ത് നിന്ന് മാറ്റണമെന്നും അവിടെ ഭിന്നശേഷി കുട്ടികൾക്ക് മാത്രമായുള്ള സ്പെഷ്യൽ ടോയ്ലറ്റ് മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂവെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ഉത്തരവ് ഉണ്ടായിരുന്നു. എന്നാൽ ഉന്നതർ ഇടപെട്ട് ആ ഉത്തരവിൽ മാറ്റം വരുത്തിയാണ് നിർമ്മിതി. കെട്ടിടത്തിന്റെ അവസാനവട്ട നിർമ്മാണം തകൃതിയായി നടക്കുന്നതായി ആരോപണമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വീടിന്റെ ഉടമയായ ദാമോദരൻ സ്കൂൾ ടോയ്ലറ്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകുന്നത്. തുടർന്ന് ടെക്നിക്കൽ അസിസ്റ്റന്റ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുകയായിരുന്നു. ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റ് കർശനമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് നൽകുകയും ചെയ്തു. പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലെ ടോയ്ലറ്റ് അവിടെ നിന്നും ഒഴിവാക്കണമെന്നും പകരം ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്കായുള്ള പ്രത്യേക ടോയ്ലറ്റ് മാത്രം നിർമ്മിക്കാനും ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ പരാതിക്കാരന്റെ വീട്ടിലേക്ക് തുറക്കുന്ന ജനൽ വിടവുകൾ ഒഴിവാക്കുന്നതിനും ഭിന്നശേഷി കുട്ടികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റിന്റെ വെന്റിലേഷൻ ദുർഗന്ധത്തിനിടയാക്കാത്ത തരത്തിൽ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയതായും ചെയ്തു. ഭിന്നശേഷി വിഭാഗക്കാരല്ലാത്ത കുട്ടികൾക്കും അധ്യാപകർക്കുമായി നിലവിൽ സ്കൂളിൽ നിന്ന് മാറി ഉപയോഗിച്ചു വരുന്ന ടോയ്ലറ്റും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം അധികാരികൾ നൽകിയിരുന്നു. ടോയ്ലറ്റ് അണുനശീകരണങ്ങൾ ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.